ഹലോ ഗായ്സ്, അങ്ങനെ ഇന്ന് മൺചട്ടിയിലൊരു അയിലക്കറി വയ്ക്കാൻ പോവുകയാണേ. ഇതാ ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഇന്ന് അടുപ്പിലാണ് കേട്ടോ മീൻ കറി ഉണ്ടാക്കുന്നത്, ഭയങ്കര ടേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, ഒന്ന് വഴറ്റിയെടുക്കാം. എന്നതിന് ശേഷം നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുള്ള നാടൻ പുളി ഉണ്ടല്ലോ, കടയിൽ നിന്ന് വാങ്ങിക്കാത്ത നാടൻ പുളിയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണേ. പിന്നെ അതിലോട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് സാധാ മുളക് പൊടിയാണ് കേട്ടോ, വീട്ടിലൊക്കെ ഉണക്കി പൊടിച്ചിട്ടുള്ള മുളക് പൊടിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മതി, കാരണം പച്ചമുളകിൻ്റെ എരിവുണ്ട്, പിന്നെ അത്യാവശ്യം എരിവുണ്ട് ഈ മുളക് പൊടിയെ. അങ്ങനെ ഇതാ അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് ഈ മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതൊന്ന് തിളച്ച് വെന്ത് ഏകദേശം ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇറക്കി വെച്ച് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മീൻ കറി റെഡി. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.